ജില്ലാ കളക്ടർ ജി പ്രിയങ്ക IAS കോതമംഗലത്ത്. ഭൂതത്താൻകെട്ട് ജലവൈദ്യുത പദ്ധതിയുടെ പൂർത്തീകരണം, ടൂറിസം വികസനം, പാർക്ക് നവീകരണം എന്നിവയുടെ പുരോഗതി വിലയിരുത്തുന്നതിനായിരുന്നു സന്ദർശനം. ആവശ്യമായ നടപടികൾ വേഗത്തിലാക്കുന്നതിനും വിവിധ വകുപ്പുകളുടെ ഏകോപനം ഉറപ്പാക്കുന്നതിനും ഉദ്യോഗസ്ഥർക്ക് കളക്ടർ നിർദ്ദേശങ്ങൾ നൽകി. ഭൂതത്താൻകെട്ടിനെ സംസ്ഥാനത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാക്കി വികസിപ്പിക്കുന്നതിന് സമഗ്ര പദ്ധതികൾ വരുന്നു. കോതമംഗലം MLA ഷിബു തെക്കുംപുറത്തിന്റെ അധ്യക്ഷതയിൽ ജില്ലാ കളക്ടർ ജി പ്രിയങ്ക IAS പങ്കെടുത്ത അവലോകന യോഗത്തിലാണ് ടൂറിസം വികസനവുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. ഏർപ്പെടാത്ത സാഹചര്യമാണ് ഭൂതത്താൻകെട്ടിൽ ഇപ്പോൾ ഉള്ളത്. അത് നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. ഇപ്പോഴും അത് ഹൈക്കോടതി സ്റ്റേ ഉള്ളൂ. റീസെൻ്റ്ലി മാർച്ചിൽ കേസെടുത്തപ്പോഴും പിന്നെ സ്റ്റേ മുമ്പോട്ട് പോയിട്ടുണ്ട്. അടുത്ത ഹിയറിംഗ് 20-ാം തീയതി, തിങ്കളാഴ്ചയാണ് അടുത്ത ഹിയറിംഗ് ഉള്ളത്. അതിൻ്റെ GP തോട്ടി ഞാനും MLA സംസാരിക്കും, ഇന്ന് വൈകുന്നേരം സംസാരിച്ചു. സ്റ്റേ ഒഴിവാക്കാൻ വേണ്ടി എല്ലാ പരിശ്രമവും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ഓണത്തോടനുബന്ധിച്ച് ഭൂതത്താൻകെട്ടിൽ വിപുലമായ ഓണം ഫെസ്റ്റ് സംഘടിപ്പിക്കും. ഇതിന്റെ ഭാഗമായി വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്ന വാച്ച് ടവർ നവീകരിച്ച് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകും. ഭൂതത്താൻകെട്ട് പാർക്ക് സമഗ്രമായി നവീകരിച്ച് സന്ദർശകർക്കായി വീണ്ടും തുറന്നു നൽകാനും തീരുമാനമായി. ഉദ്യാന നവീകരണത്തിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്കായി 15 ലക്ഷം രൂപ അനുവദിച്ചു. ഇതിന്റെ ഭാഗമായി തകർന്നുപോയ വാക്ക്വേ പുനർനിർമ്മിച്ച് നടപ്പാത സംവിധാനം പുനരാരംഭിക്കും. കളക്ടറുടെ സാന്നിധ്യത്തിൽ പ്രിയപ്പെട്ട ജനപ്രതിനിധികളെല്ലാം ഈ യോഗത്തിൽ പങ്കെടുത്തു. നമുക്കറിയാം, കേരളത്തിൻ്റെ സവിശേഷമായ ഉത്സവമാണ് ഓണം. ഓണത്തിന് മുമ്പ് ഭൂതത്താൻകെട്ട് ടൂറിസത്തെ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ യോഗം വിളിച്ചു ചേർത്തത്. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ആദ്യത്തെ തീരുമാനം എന്ന് പറയുന്നത് ഭൂതത്താൻകെട്ടിൻ്റെ അഭിമാനമായ പാർക്ക്, ആ പാർക്ക് ഉടനെ തന്നെ നവീകരിക്കാനുള്ള ഒരു തീരുമാനമാണ് ആദ്യമേ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു മാസത്തിനകം ആ പാർക്ക് നവീകരിച്ച് ഏറ്റവും മികച്ച പാർക്കുകളിൽ ഒന്നാക്കി അതിനെ മാറ്റി. അതോടൊപ്പം തന്നെ വാച്ച് ടവർ അത് നിർമ്മിച്ചിട്ട് ഇതുവരെ നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. സർക്കാരിൻ്റെ എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് തന്നെ ഓണത്തിന് ആ വാച്ച് ടവർ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കും. DTPCയുടെ സഹായത്തോടു കൂടിയാണ് ഭൂതത്താൻകെട്ടിൻ്റെ വികസനം ഇത്രയും കാലം നമുക്ക് സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ DTPCയുടെ നേതൃത്വത്തിൽ നമ്മുടെ അറിഞ്ഞുകിടക്കുന്ന റെസ്റ്റോറൻറ്റ് അത് തുറക്കുവാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. വാക്ക്വേയും അതോടൊപ്പം DTPCക്ക് കൈമാറിയിട്ടുള്ള ക്വാർട്ടേഴ്സുകൾ നവീകരിച്ച് താമസയോഗ്യമാക്കാനുള്ള തീരുമാനവും ഇന്നത്തെ യോഗത്തിൽ എടുത്തിട്ടുണ്ട്. സന്ദർശകർക്കായി കൂടുതൽ സുരക്ഷിതവും സൗകര്യപ്രദവുമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഘട്ടം ഘട്ടമായി ഒരുക്കും. സഞ്ചാരികൾക്ക് മികച്ച ഭക്ഷണ സൗകര്യം ഉറപ്പാക്കുന്നതിനായി റെസ്റ്റോറന്റിന്റെ നടത്തിപ്പ് സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിക്കാൻ നടപടി സ്വീകരിക്കും. അത് സാധ്യമാകാത്ത പക്ഷം കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിക്കാനും തീരുമാനമായി. സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ഭൂതത്താൻകെട്ടിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കും. ടൂറിസം സാധ്യതകൾ കൂടുതൽ വിപുലീകരിക്കുന്നതിനായി ബോട്ടിംഗ്, പെഡൽ ബോട്ടിംഗ് എന്നിവ ആരംഭിക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും യോഗം തീരുമാനിച്ചു. കുടുംബസമേതം സന്ദർശിക്കാവുന്ന ആധുനിക വിനോദസഞ്ചാര കേന്ദ്രമാക്കി ഭൂതത്താൻകെട്ടിനെ മാറ്റുന്നതിനും ആഭ്യന്തര വിദേശ സഞ്ചാരികളെ കൂടുതൽ ആകർഷിക്കുന്നതിനുമുള്ള വികസന പദ്ധതികൾ സമയബന്ധിതമായി നടപ്പാക്കുമെന്ന് യോഗം വിലയിരുത്തി. പിന്നെ നമ്മൾ അത് 5 വർഷത്തേക്കുള്ള എഗ്രിമെന്റ് ആയിരുന്നു. 29/4/2016 എഗ്രിമെന്റ് വെച്ചു. ആ 5 വർഷം കഴിഞ്ഞ് 28/4/21 എഗ്രിമെന്റ് എക്സ്പയർ ആയി. പിന്നെ അത് കൂടാതെ പാർക്ക് വ്യൂ റെസ്റ്റോറൻറ്റും ഒരു ബിയർ ആൻഡ് വൈൻ പാർലർ അത് ഇതിനോട് ചേർന്ന് തന്നെയാണ്. പക്ഷെ അതൊക്കെ പുതിയ ബിൽഡിംഗ് ആണ്. നമുക്ക് ഏതെങ്കിലും രീതിയിൽ നന്നാക്കി എടുക്കാൻ പറ്റുന്ന കണ്ടീഷനിലുള്ളതാണ്. പിന്നെ വിസിറ്റേഴ്സ് അമ്യൂണിറ്റീസ് ആൻഡ് ലാൻഡ്സ്കേപ്പിംഗ് വർക്ക്, വാച്ച് ടവർ. യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി സാജു, പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ജോർജ് കുട്ടി, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, DTPC സെക്രട്ടറി, പെരിയാർവാലി അധികൃതർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. മീഡിയ 60 ന്യൂസ്, കോതമംഗലം.